ഡ്രോയിങ്സ് ഞാൻ പറഞ്ഞത് ചില എപ്പിക് അന്തി ചർച്ചകൾ. താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ ഇറങ്ങി വന്നു എന്നാണ് ഇത് വിഷയ സാധനമാണ് കേട്ടോ. ഇത് എവർഗ്രീൻ എപ്പിക് സാധനമാണ്. കുരുവിള ചോദിക്കുന്നത്. വേഗം മറുപടി, എനിക്ക് മറ്റതിലേക്ക് പോകണം. അവന്റെ തന്തയുടെ മാനസികാരാശത്തിലാന്ന് പറയുന്നത് വൃത്തികെട്ടവരുടെ വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് ആൾ എന്നോട് പറഞ്ഞു സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനേജ് ചെയ്തു പോയെന്ന് വെച്ച് അവനെ 16 തന്തകി ജനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് തീർന്നു അവനോട് പറഞ്ഞേക്കണം. ഞാൻ ചോദിച്ച ചോദ്യം തന്നെ എന്തായിരുന്നുവെന്ന് താങ്കൾക്കറിയാം. അത് വിധി പറഞ്ഞ ജഡ്ജിയെ കുറിച്ചോ ജഡ്ജ്മെന്റിനെ കുറിച്ച് പോലും ആയിരുന്നില്ല. KP കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ ശ്രീ KP കുഞ്ഞിക്കണ്ണൻ മോസിന കിദോയുടെ ഇതിടക്കൂടെ മോദി നടന്നു പോകണ്ട സമാധാനപരമായിട്ട്. ഇവിടെ രണ്ടുപേരും തമ്മിലടി കേട്ട കോൺഗ്രസ് BJP. കേസ് ഈ അനുകൂലമായിട്ട് ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു കുട്ടി കുറങ്ങന്റെ ഉണ്ട് എന്തെങ്കിലും പറഞ്ഞു കുട്ടിക്കുരങ്ങനെ പോലെ ഇളിച്ചോണ്ടിരിക്കാ. ഇതൊക്കെ എനിക്ക് വരുന്ന കമന്റ് ആണ്, മനസ്സിലായ? എന്റെ റീലൊക്കെ ഓരോരുത്തർക്കും ഞാൻ ഇവിടെ ഇരുന്ന് തൊലിക്കുന്നത് കണ്ടോണ്ട് നാട്ടുകാരെടുത്ത സാധനമാണ് കുട്ടിക്കുരിങ്ങനെ താറാവിനെ പോലെ ഇരുന്ന് ചിരിക്കാതെ ഇറങ്ങി പോടാന്ന്. ഇതൊക്കെയാണ് ഇപ്പൊ ഇൻസ്റ്റയൊക്കെ തുറന്ന എന്റെ കമന്റ് സെക്ഷൻ ഇങ്ങനെയൊക്കെയാണ്, മനസ്സിലായോ? ഈ ഞാൻ വായിക്കാറില്ല ബൈൻഡ് ചെയ്യാറില്ല. ഇത് ഇങ്ങനെ പോകും, മനസ്സിലായ? ആർക്ക് പോയി? അമ്മാരുടെ സമയം പോയി, എന്റെ സമയമാണോ പോണേ? എനിക്കിതൊന്നും എന്നെ ബാധിക്കണ കേസല്ല, മനസ്സിലായ? എവിടോ എനിക്കറിയാതിരുന്ന ഏതോ ഒരുത്തിന് കമന്റ് ഇട്ടെന്ന് പറഞ്ഞാൽ എന്നെ ബാധിക്കുമോ? എന്നെ ബാധിക്കൂല. എനിക്ക് സ്ട്രീം ചെയ്യുമ്പോ ഇംഗ്ലീഷ് ഇടുന്നതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ഞാൻ പോവും. ആർക്ക് പോയി? അവന്റെ ഡേറ്റയും കളഞ്ഞ് എന്ത് കമന്റ് ഇടുന്ന അവന്മാർക്ക് പോയി. ബിസിനസ് ബ്രോ. ഹലോ, നോർമൽ കോൾ ബിറ്റ്വീൻ സായി ബോബി ആൻഡ് ജോർജ് സാർ. നീ ഉറങ്ങിയോടാ? ഞാൻ ഉറങ്ങിക്കോളാം. എടാ എന്റെ ജോലി തൊള്ളയിട്ട് നമ്മളെയൊക്കെ നെഞ്ചത്ത് തൊള്ളയിടൂടാ. വല്യമ്മച്ചി പൊങ്ങി നോക്കി വരാറമേ മിണ്ടാണ്ടിരിക്കടാ. പലചേട്ടാ സമയത്തിന് എത്തിയേക്കണേ കല്യാണത്തിന്. എത്ര മണിക്കാ? 12 മണി വന്നിരിക്കും. ഞാൻ സാരി ഇടണോ അല്ലെങ്കിൽ ഫ്രോക്ക് ഇടണോ? സാരിക്ക് ഇഷ്ടമുള്ള കിട്ടും. പാലൊന്നും പറയില്ല. എൻഗേജ്മെന്റ് അല്ലേ, സാരി നമുക്ക് കല്യാണത്തിന് ഇടാം. അതാ ഫ്രോക്ക് ഇടട്ടെ. ഫ്രോക്ക് കിട്ടോ? അയ്യോ കുട്ടി, ഞാൻ മുഖത്ത് നോക്കി എന്താ സത്യം എന്താന്ന് വെച്ചാൽ അത് പറയാം. സത്യം പറയല്ലേ, കൊള്ളത്തില്ലേ കുട്ടി? ഇപ്പൊ നാളെ ഈ കല്യാണത്തിന് പോയി നാട്ടുകാർ മൊത്തം ആ ഡ്രസ്സ് കണ്ട് കളിയാക്കുന്നതിനേക്കാൾ നല്ല ഞാൻ കൊള്ളത്തില്ലെന്ന് പറയുമ്പോ മാറ്റുന്നില്ലേ? അതെ എനിക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളിഷ്ടാണ്. ഡ്രസ് മാറ്റുന്നില്ല നീ. ഡ്രസ്സൊക്കെ മാറ്റി ഇച്ചിരി എക്സിക്യൂട്ടീവ് ഉള്ളൊക്കെ അറിയണം, മനസ്സിലായോ? കല്യാണ ചെറുക്കനൊക്കെ ഒന്ന് മാറി നിൽക്കും അങ്ങനെയാണെങ്കിൽ. പക്ഷെ എനിക്ക് റെഡ് ഇഷ്ടമാണ്. എല്ലാവർക്കും പെണ്ണുണ്ട് സെറ്റ് ചെയ്യുന്ന. നമുക്ക് മാത്രല്ലല്ലോ. നിനക്ക് ഒരിക്കലും കിട്ടൂല. അങ്ങനെ പറയണ്ടേ. റെഡ് എൻഗേജ്മെന്റിന് പോന്നു. കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. നിർത്തും ഞാനും ഒരേ ഡ്രസ്സ്, കാറ്ററിംഗ് ഡ്രസ്സാ. കാറ്ററിംഗ് ഞാനിവിടെ ആരും നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് കിട്ടുന്നത്. ഇതെന്തൊരു നാട്ടുകാർ കുത്തി ഡ്രസ്സ്. ഡ്രസ്സൊക്കെ മാറ്റി ഇച്ചിരി എക്സിക്യൂട്ടീവ് ഉള്ളൊക്കെ അറിയണം, മനസ്സിലായോ? കല്യാണ ചെറുക്കനൊക്കെ ഒന്ന് മാറി നിൽക്കും അങ്ങനെയാണെങ്കിൽ. ഇത് ശരിക്കും നടന്നത്. ഇത് നമ്മളെ പണ്ട് സ്റ്റുഡിയോയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ മേടിക്കുമ്പോ എവിടെയൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 7 അയലത്തുള്ള എല്ലാരും ഇതായിരിക്കും. എല്ലാരും തന്നെ എക്സെല്ലും എമ്മും എല്ലും സത്യം എല്ലാരും കാണാം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീമേ.
അണ്ണാ ഞങ്ങളുടെ ഓണം ചിങ്ങത്തിലെ തിരുവോണത്തിനല്ല, ഞങ്ങളുടെ ഓണം കന്നിമാസം. കഞ്ഞിയേ കന്നി മാസത്തിലെ തിരുവോണത്തിനാണ് ഞങ്ങൾ ഓണക്കാരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. നീ എന്തിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്? 28ാം ഓണം. ഓ കഴിഞ്ഞോട്ട് ഇതല്ലേ മറിഞ്ഞു വീണത്. അല്ല എടാ, കഴിഞ്ഞ വട്ടം മറിഞ്ഞു വീണത് ഇതാണാ മറിഞ്ഞത്? അത് ഓച്ചിറയാന്ന് തോന്നുട്ടാ. എന്തൊരു സംഭവമാണ്. അല്ല അത് ഓച്ചിറയാണ്. എന്റെ അമ്മ എന്തൊരു വലിപ്പൂടെ ഇല്ലേ. ഒന്നും പറയുന്നില്ലേ, ഞാൻ ഒന്നും പറയുന്നില്ലേ. കഴിഞ്ഞ വട്ടം സത്യം പറഞ്ഞ കഴിഞ്ഞ വട്ടം ഞാൻ അതിശയം കൊണ്ട് ചോദിച്ചു പോയതാണ് എന്തൊരു വലിപ്പമെന്ന്. എന്നിട്ട് അത് മറിഞ്ഞു വീണെന്ന് പറഞ്ഞ അതിനകത്ത് ഓരോരുത്തന്മാർ എന്നെ തുളക്കി വിളിക്കണ്. ഞാൻ ഒന്നും പറയല്ലേ. ഒന്നും പറയല്ലേ. പിന്നെ നല്ല രസമുണ്ട്. അമ്പലത്തിന്റെ അതിന്റെ മുകളിൽ ഹൈറ്റില്ലേ. ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര രൂപയാവും? ഇത് ഈ 2 കാള ഉണ്ടാക്കാൻ എത്ര രൂപയാവുമായിരിക്കും ഒരു ഉത്സവത്തിന്? 10 1 ലക്ഷം. 1 ലക്ഷോ അല്ലേ? എടാ 1 ലക്ഷം രൂപയ്ക്ക് കൊമ്പ് പണിയാൻ പറ്റൂല, മനസ്സിലായ? ഇത് എന്ത് വെച്ചാ ഉണ്ടാക്കിയേക്കുന്നേ? 2 കോടിയൊക്കെ ആവുന്നോ? ഇതെന്ത് വെച്ചാണോ ഉണ്ടാക്കിയേക്കുന്നേ? ആ എനിക്കറിഞ്ഞൂടാ. 2 കോടി രൂപ ഉണ്ടാക്കാൻ നാട്ടുകാർ തന്നെ പറ്റ പിരിവിട്ടുള്ള സെറ്റപ്പാണ് തോന്നുന്നത്. എന്നാലും എടാ ഉത്സവങ്ങൾക്ക് ഒരു നാട്ടിലെ ആൾക്കാർ ഇത്രയും പരിവിട്ടാലും എങ്ങനെയാടാ ഇത്രയും വലിയ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റണേ? അയ്യോ, ശരിയാണ്. ആ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്ത് അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലേ അപ്പൊ ആ ഇതിനോട്. സത്യം. അമ്പല ഉത്സവത്തിനോടൊക്കെ അവർ എന്തുമാത്രം അറ്റാച്ച്ഡ് ആയിരിക്കും. അതുകൊണ്ടല്ലേ ഇത്രയും പബ്ലിക് ഫണ്ടിങ് ആണ് അവർ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ, സ്പോൺസേഴ്സ് ഒക്കെ ആണെങ്കിലും ആ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്ത് അറ്റാച്ച്മെന്റ് ആയിരിക്കും ഇങ്ങനെ ഒരു പരിപാടിയോട്. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യണേ. ജസ്റ്റ് സപ്പോർട്ട് ആക്കുവോ? ഇത് ഹനുമാൻ കഴിഞ്ഞല്ലേ? സപ്പോർട്ട് ആക്കും ഉറപ്പായിട്ടും. ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എവിടെ പോയാലും ഞാൻ വീണ്ടും മലയാളത്തിൽ പൊറോട്ടൻ പീപ്പിൾ ഞാൻ വീണ്ടും അധികാലത്ത് വീണ്ടും മാടിക്കെട്ടി പെട്ട താളം കൊട്ടി കിടന്ന back in the game, but you're ready to be your name. Timberlake is ready to let you find a name. Then you can get it to change. Look at the intelligence, you can let it go. You can run it in the aim. Malabali, you can do that. I'm wearing the bottom, but you're not going to forget that. Let's go. കൊള്ളാം. നൈസ്. എല്ലാരും ചാനൽ റേവ് ചെയ്യണം കേട്ടാ മക്കളെ. നോർമലാ കട്ട് ലൈൻ കട്ട്. ആ മഴയായോണ്ടല്ലേ. Martin. Controlling your anger makes you realize how pointless most arguments are. Controlling your anger makes you realize how pointless most arguments are. Okay. You've changed so much, Thorfinn. You changed so much. In fact, I thought you were someone else when I first saw you.
That anger in your eyes is gone. I'm glad. ഇതെന്താണ് സംഭവം? ഇത് വിൻലാൻഡ് സാഗ. നീ കണ്ടിട്ടില്ല ഇതുവരെ? പിന്നെ എടാ ഇത് മൊത്തം കണ്ടു തീർത്താ. എനിക്ക് എത്ര ഒരു 10-12 വയസ്സ് 13 വയസ്സുള്ള സമയത്താണ് ഇത് ഏകദേശം ഒരു 312 എപ്പിസോഡുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങി. പക്ഷെ ഞാനിപ്പോഴും ഓർക്കുന്നു ഡാഡി പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് എനിക്ക് ടിവിയിൽ ഇത് വെച്ച് തന്നിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു ആ കാലമൊക്കെ. ഇപ്പൊ സിറ്റിയിൽ വള്ളിയല്ലോ ഇല്ലല്ലോ. ഇല്ല സേഫാ. അതാരാ പെട്ടെന്ന് എന്ത് സാധനങ്ങളൊക്കെയാണല്ലേ. സത്യം ആൾക്കാരുടെ കഴിവ്. എന്താ ഇത് മറ്റേ അല്ല വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എടാ നമ്മളൊക്കെ പുള്ളിയെ ചില ആൾക്കാർ ഓരോ സാധനങ്ങൾ അബദ്ധത്തിൽ പറ്റിപ്പോകുമ്പോ ഊക്കുന്ന സാധനങ്ങൾ കണ്ട് വീക്കാവും. പക്ഷെ ഡാപ്സി ഉണ്ടല്ലോ, ഡാപ്സി ആ മലബാർ എന്ന് പറയുന്ന സാധനം ഒരു ട്രേഡ് മാർക്ക് പോലെ ആക്കിയെടുത്ത്. പറയാതിരിക്കാൻ വയ്യ. അവനിപ്പോ എല്ലാ പരിപാടിക്കും അങ്ങനെയാണ് മലബാർ. അപ്പൊ എല്ലാത്തിലും അങ്ങനെ പറയണം, മനസ്സിലായോ? പുള്ളി അതൊരു ട്രേഡ് മാർക്ക് ആക്കിയതൊരു. ഇപ്പൊ പരിപാടികൾക്കൊക്കെ അങ്ങനെയാണ് തുടങ്ങണം ഇപ്പൊ. അതെ, എന്തോ അടിച്ച വഴി പോയ വഴി അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക, അങ്ങനെന്താ പറയൂല്ലേ. ഇത് പുഷപ്പല്ലത്. ഇതൊക്കെ ആരുണ്ടാക്കണ ഇതൊക്കെ. അയ്യോ, വെയിറ്റിംഗ് ഫോർ എപ്പിസോഡ് 2 ആണ്. പക്ഷേ എന്റെ നാട്ടുകാര് പറയുന്നതൊന്നും കേട്ട് ഞാൻ അത്ര സൂക്ഷിച്ചിരിക്കേണ്ട മൂഡിലല്ല. പിന്നെ നാട്ടുകാര് പറഞ്ഞിട്ട് എത്ര നാളില്ലേ. അതെ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഞാൻ വാസുവിന്റെ വാക്കില. പക്ഷെ അതിനകത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് ഞാൻ ലീഡറാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. കത്തിക്കും, ഞാൻ എവിടെയെങ്കിലും ഞാൻ കത്തിക്കും. ആരും കാണാതെ കൊണ്ടുപോയി ഞാൻ കത്തിക്കും. അങ്ങനെ ഇപ്പൊ എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടണ്ട. ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിനെയും കൊച്ചിനെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. കേൾക്കണം നാണില്ലാത്തവനെ. വാസുവിനെയും കൊച്ചിനെ ഉണ്ടാക്കാൻ പോകുന്നത് നിനക്ക് ഇനി കേൾക്കണോ ചന്ദ്ര? അണ്ണന്റെ ഭാര്യ. പക്ഷെ ഇതൊന്നും ഞാനേ അല്ല കേട്ടാ, ഇതൊന്നും ഞാനല്ല. ഇതൊക്കെ എനിക്ക് ഭാര്യയില്ലടാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നമ്മൾ കല്യാണത്തിനെ പറ്റി ഫസ്റ്റ് നൈറ്റിനെ പറ്റിയാണ് സംസാരിച്ചത്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടാ. ഞാൻ പരന്തോസം ജീവിതത്തിൽ ആളെ കേട്ടിട്ടുള്ളൂ, അതൊരു സൂസനെയാണ്. അപ്പൊ സൂസനെ കല്യാണം കഴിച്ചാ? സൂസനെ കല്യാണം കഴിച്ചായിരുന്നു. ഈ നാട് മൊത്തം വിളിച്ചാണ് സൂസനായിട്ടുള്ള കല്യാണം നടത്തിയത്. അലീന ബ്രേക്കപ്പ്. മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ഞാൻ ആരുമല്ല അലീന. വിഷമം വന്നു പാട്ട് കേട്ടിട്ട് എനിക്ക്. എവിടെ പോയാലും കണ്ണാപ്പി. ബാഗൊക്കെ എടുക്കണത് ഇത്ര വലിയ കേസാണോ? എന്റെ ഈശ്വര, ഇതാണ് കണ്ണാപ്പി. എടാ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഗൈസ്. ഞാൻ ചില സമയത്ത് ഞാൻ പറയാം, RP ക്യാരക്ടറും ചില ആൾക്കാർ ക്യാരക്ടർ വിട്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ റിയൽ ലൈഫിൽ സ്വഭാവം അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാനുണ്ട്. നിങ്ങൾ കണ്ണാപ്പി ലൈവ് ചെയ്യുന്നത് അവന്റെ ലൈവ് ക്യാരക്ടർ ആണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. അത് റിയൽ അവനാണ്. അതവർ റിയൽ അവനാണ്. അവൻ പുറത്തും ഇങ്ങനെ തന്നെയാണ്. ഇവ ഇങ്ങനെ ആയിപ്പോയി. അണ്ണ എങ്ങനെയുണ്ട്?
ഐ ഫൗണ്ട് മൈ ലവ് ക്രഷ് ആയി. ഇത് ശരിക്കും ഇത് മൈക്കല്ലല്ലേ, ഇത് എക്സസൈസ് ചെയ്യുന്ന സാധനല്ലേ? ഞാൻ ആദ്യം വിചാരിച്ചത് പറയാ ഇത് മൈക്കായിരിക്കും എന്നാണ്, മനസ്സിലായേ? നൈസ്, കൊള്ളാം കൊള്ളാം. കുഞ്ഞമ്മയുടെ മോള, എന്റെ കുഞ്ഞമ്മയുടെ മോള. നിന്റെ കുഞ്ഞമ്മയുടെ മോളെ അപ്പൊ ഒരിക്കലും കെട്ടിച്ചൊന്നും വിടത്തില്ലേ? ഇല്ല, എന്തായാലും ചാറ്റിലുള്ളവർക്ക് കെട്ടിച്ചിടാൻ താല്പര്യമില്ല. ആണോ? പക്ഷെ നിന്റെ കാനഡയിലുള്ള ഗേൾ ഫ്രണ്ട് പറഞ്ഞ പ്രശ്നമാവൂലേ? ഏത് ഗേൾ ഫ്രണ്ട്? അതൊക്കെ പോയി. നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല? ഇല്ല ഇല്ല, പോയത് പോയി, അത് പോയി. 100 ദിവസം സംസാരിക്കാതിരിക്കില്ലായിരുന്നോ? പോയൊക്കെ പിന്നെ അത് പോയെണ്ണോ? അത് ഞാൻ ഇട്ടിട്ട് പോയെണ്ണ. നീ അവളെ ഇട്ടിട്ട് പോയാ? മ്യൂച്വൽ ഇതൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടോ എന്റെ അടുത്ത്? മ്യൂച്വൽ വേണോന്ന് ഞാൻ പറഞ്ഞ ഒന്നും പറ്റൂല, വേണേ തേച്ചിട്ട് പോയാ. ഇപ്പൊ മ്യൂച്വൽ ഉണ്ടാക്കി പറയാലോ. ഈശ്വരവാനെ, ഇവൻ ഒരിക്കലും പെണ്ണിട്ട് അത് മൊരടിച്ചു പോണേ ഇവൻ. കൊച്ചിന്റെ ഐഡി അഫ്രീൻ __ AFR.EEN__. എടാ, ഞാൻ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ എപ്പോഴും ഞാൻ പറയണ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് ഇങ്ങനെ കഴിവൊക്കെ ഉള്ള പാട്ടുകാരൊക്കെ വരുവാണെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ഒന്നും യൂസർ ഐഡി ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്. ഇപ്പൊ ഇവിടെ കുറെ പേര് ചാറ്റിൽ ഈ കൊച്ചിന്റെ പാട്ട് കേട്ടിട്ട് ചോദിച്ച് കൊച്ചിന്റെ പേരെന്താ, ഞാൻ ഇവരോട് എങ്ങനെ പറയും? __AF.EEN__. എങ്ങനെ പറയും? എടാ, എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം ഇടുക, അഫ്രീൻ എന്നങ്ങ് ഇടുക. അല്ലെ അഫ്രീൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സാധനം ചേർത്തിടുക. അഫ്രീൻ മ്യൂസിക് എന്നോ മ്യൂസിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിടുക. സിമ്പിൾ ആയിട്ട് ഒരാളുടെ അടുത്ത് കൺവേ ചെയ്യാൻ പറ്റുന്ന യൂസർ നെയിം ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. മനസ്സിലായോ? ഓൾവേസ് കീപ് ഇൻ മൈൻഡ്. ഒരു ടിപ്പായിട്ടിരുന്നോട്ടെ. എന്താ കാലെങ്ങനുണ്ട്? പറഞ്ഞുതരാം. എന്നാ 32 hours എടുത്ത് വരച്ചാ ഓറിയോ ബിസ്കുറ്റ്. നല്ല രസമുണ്ട് കാണാൻ. കൊള്ളാം. ആകാശ് ബ്രോ അടിപൊളി. 5090 ഈഗിൾ ബ്രോ സ്ട്രീം ചെയ്യണമെന്ന് നമ്മുടെ ഒരു ഇത്. കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ 2, ദ മോസ്റ്റ് റിയലിസ്റ്റിക് കോൾ ഓഫ് ഡ്യൂട്ടി മിഷൻ. ഗ്രീൻ ഹൗസ്. Bravo 6. Moving on the rear garden. ഈ മിഷൻ കണ്ടു തീർത്തവർ ഇത് പോവില്ലേ? കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചാലോടാ ഈ സ്റ്റോറി മോഡ്. ഇത് മോഡേൺ വാർഫെയർ സ്റ്റോറി മോഡല്ലേ? മോഡേൺ വാർഫെയർ 2 സ്റ്റോറി മോഡല്ലേ? കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചാലോ? ഭയങ്കര രസമാണ് ഓരോ മിഷൻസ്. മറ്റേ ഗോസ്റ്റ് ഒക്കെ ഇല്ലേ, നല്ല പരിപാടിയാണ്. കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാൻ അടുത്ത ഒരു അണ്ണാ എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുമോ ബ്രോ? തേങ്ങ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എന്ത് തേങ്ങ വെച്ച് എന്തോ ചെയ്യാൻ പോണേ? എനിക്ക് പിള്ളേരൊക്കെ പേടിയാ. ഭാഗ്യം. ആപ്പിൾ വെച്ചൊക്കെ ചെയ്യും. ആപ്പിളും ഓറഞ്ചും. അതെ ചെയ്യും. കൊട്ട വെച്ച് ലാലേട്ടന്റെ അണ്ടി വിറയ്ക്കുന്നത് കണ്ട. ലാലേട്ടന്റെ അണ്ടി വിറയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ വെല്ലുമ്മച്ചിയുടെ മറ്റേ അതൊരു കാണാനായിരുന്നു.
മുണ്ടച്ചി മോനെ ആരാടാ നീ തന്തയിട്ടവനെ കണ്ടം മുണ്ടായി ഓരോ നീ മയിലേ കണ്ടത്തി കിടക്കുന്ന കൂണ്ടയൊക്കെ വന്നിട്ട് കുണച്ചോണ്ടിരിക്കും ചാറ്റി വന്നിട്ട് മുണ്ടച്ചി മോൻ. എന്ത് പറ്റി സാഹിബ്? പോലീസ് ഓഫീസർമാരുണ്ടെന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ അബ്കാരി മുതലാളിമാരുടെ കള്ളത്തരങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന, കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്ന, അതോ ലോകത്തെ വിദഗ്ധ അക്രമികൾ പോലും നാണിച്ചു പോകുന്ന തരത്തിലുള്ള സാമർഥ്യത്തോടെ നിയമലംഘനം നടത്തുന്ന പോലീസ് ഓഫീസർമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. I object, Your Honor. This is not fair. First of all, decisions taken by the government in the interest of the public should not be questioned in any court of law. ഈ ഇംഗ്ലീഷിൽ കടുവർത്തോണൊന്നും വലിയ കാര്യമില്ല സാർ. ഭരണഭാഷയും കോടതി ഭാഷയും മലയാളമായിരിക്കണമെന്ന് വാദിക്കുന്ന, മലയാള മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു എളിയ മലയാളിയാണ് ഞാൻ. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. I hope you have not understood what I really meant, my dear young lady would-be advocate. പുള്ളി ശരിക്കും വിഷയമാണ്. പുള്ളി യഥാർത്ഥത്തിൽ ഭയങ്കര വിഷയമാണ്. എന്റെ അമ്മോ, പുള്ളി ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരാളാണ് ഗൈസ് പുള്ളി. നിങ്ങൾ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. പുള്ളി മറ്റേ ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നതും വെറ്റിലായിട്ട് ചായ്ക്കുന്നതും ഇങ്ങനെ. പ്രൊഫസറാണ്, എനിക്കറിയാം പുള്ളി പ്രൊഫസറാണ്. പുള്ളി ഈ ഇടയ്ക്ക് ഇത് കണ്ടായിരുന്നു ഞാനിങ്ങനെ, ഈ വെറ്റില വയ്ക്കുന്നതും സ്മോക്ക് ചെയ്യുന്നതും ഇങ്ങനെ ഒബ്സർവേഷൻ ചെയ്ത് കാണിക്കണത്. എന്റെ അമ്മോ, അത് കണ്ടിട്ടുണ്ടല്ലോ എന്റെ സത്യം പറ കിളി പോയി എന്റെ. കളി സ്റ്റാർട്ട് ആകുന്നില്ല. റെഡി കൊടുക്കാത്തെ പിന്നെ ആരും ഞാൻ സ്റ്റാർട്ട് ആക്കിയാണല്ലോ മാച്ച്. പിന്നെ എങ്ങനെ മാറിയത്? ക്യാൻസൽ ആക്കി ആരാ പറ? രണ്ടാമത് സ്റ്റാർട്ട് ക്യാൻസൽ ആക്കിയത് ഇവനെന്ത് പറ്റിയടാ ഇവന്? ഇവൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു, പാവ ചെറുക്കനായിരുന്നു. ഞാൻ നോക്കട്ടെ, ലൈവ് എടുത്തോട്ടെ. ആ കുണ്ണനെ ഞാൻ കിക്ക് ചെയ്തു, ക്യാൻസൽ ആക്കിയ കുണ്ണനെ ഞാൻ കിക്ക് ചെയ്തു. രണ്ടാമത് ഞാൻ സ്റ്റാർട്ട് ആക്കിയ കൊണക്ക് ഞാൻ പുണ്ടച്ചി മോനെ, ഞാനോട് വണ്ടി പക്കൂസെ പുണ്ടച്ചി മോനെ. ഈ സാഹിബിന് എന്ത് പറ്റിയടാ? ഇവന് അക്രമാസക്തി അല്ലായിരുന്നു. എൻജോയ്. നിങ്ങളെല്ലാം എൻജോയ് ചെയ്തില്ലേ? അതറിയാം. He have such a high spec PC. He only plays high spec games. കേരളത്തിൽ ടെമ്പിൾ റൺ ഒക്കെ സ്ട്രീം ചെയ്യണ ഞാൻ മാത്രമേ ഉള്ളല്ലേ? ടെമ്പിൾ റൺ, സബ്വേ സർഫസ് ഇതൊക്കെയാണ് സ്ട്രീം ചെയ്യണത്. അണ്ണാ ഞാൻ വരച്ചത് എങ്ങനെയുണ്ട്? റിയലിസ്റ്റിക് ആയോ? നൈസ്, അടിപൊളി. Haters. That's what people don't understand. These haters, they know who you are, but you don't know them. There's a reason behind that. You've done something amazing. They've done nothing. അതാ ഞാൻ പറഞ്ഞ, എവിടെ കിടന്നവന്മാരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ടോ? നമുക്കില്ല. അവന്മാര് കുണ്ണയും ചെയ്യാതിരിക്കണ വീട്ടില്, പിന്നെ അല്ലാതെ. This is how 9 IPL trophy looks like. Me watching grilled chicken hotel. ഷവായി കമ്പി
സത്യല്ലടാ. അതർ സിഇഒ ആണ്. ടെലഗ്രാമിന്റെ ഓണർ കൂടാ. സ്വന്തം ഇതാണ് ടെലഗ്രാമിന്റെ ഓണർ. കൊള്ളായില്ലേ? ലെറ്റ്സ് ഗോ. യെസ്. ഓക്കെ. സോ ഗൈസ്, അപ്പൊ നമുക്ക് റിയാക്ഷൻ ഇത്ര നിർത്താം. നമുക്ക് സിറ്റിയിൽ ഒന്ന് കുറച്ചു നേരം വേണേ കേറാം. ആരോൺ ബ്രാവോ. ഓ